മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഒരു സോൾഡറിങ് സ്റ്റേഷൻ പരിചയപ്പെടുത്തുവാനാണ്. പ്രൊഫഷണലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല രീതിയിലുള്ളൊരു സോൾഡറിങ് സ്റ്റേഷനാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, സൈറൺ 989 എന്ന് പറയുന്ന ഈ ഒരു സോൾഡറിങ് സ്റ്റേഷനിലുള്ള കുറച്ച് അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഫേമായിട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു അജിലേറ്റർ അല്ലെങ്കിൽ ക്രൊക്കഡൈൽ ക്ലാമ്പ്, വളരെ റിജിഡായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ക്രൊക്കഡൈൽ ക്ലാമ്പാണ്. അഡീഷണൽ ഫീച്ചേഴ്സായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് ലാമ്പ്. കാണിച്ചു തരാം. നമുക്ക് വെട്ടമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോണൻസിൽ അടിച്ചു കൊടുത്ത് കാണാൻ പറ്റും. ഓക്കെ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അടിപൊളി നോബുണ്ട് ഇതിൻ്റെ അകത്ത്. 4 പ്രീസെറ്റ് ടെമ്പറേച്ചർ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ESD പ്രൊട്ടക്റ്റഡ് ആണ്, വളരെ സേഫായിട്ടുള്ള ESD പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് ഏത് സർക്യൂട്ടും ഈവൻ SMD അടക്കം നമുക്ക് ചെയ്യാൻ സാധിക്കും. അടിപൊളി ഹോൾഡറിലാണ് സംഭവം വന്നിരിക്കുന്നത്. ഇത് നല്ല ഒന്നാം തരം മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്, ഒരിക്കലും ഉരുകത്തില്ല. പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, ഒരിക്കലും ഉരുകത്തില്ല. അതേപോലെ തന്നെ സ്ക്രബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സംഭവം ക്ലീനിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇത് ചെയ്യാം. അതേപോലെ തന്നെ അതാ ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ലെഡിൻ്റെ ആ ഒരു സംഭവം, വലിയ റോൾസ് നമുക്ക് വെക്കാൻ സാധിക്കും. ഇതുപോലുള്ള ചെറിയ റോൾ നമുക്ക് വെക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഹോള് വളരെ ചെറുതാണ്, നമുക്കത് സ്യൂട്ട് ആവത്തില്ല. വലിയ ഇത് വേണം നമുക്ക് വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കട്ട് ഓഫ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഇത് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നോക്കിയാൽ അറിയാം, സോൾഡറിങ് ആണ് വ്യത്യാസമുണ്ട്. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം ഇതിൻ്റെ ഹീറ്റിംഗ് എലമെൻ്റാണ്. നോർമൽ സോൾഡറിങ് അയണിൻ്റെ ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിക്രോം വയർ പോലെയുള്ള ഏതെങ്കിലും ചുട്ടുപഴുകുന്ന ഒരു എലമെൻ്റ് ആയിരിക്കും. പക്ഷേ ഇതിന് കൊടുത്തിരിക്കുന്നത് സെറാമിക് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ്, സെറാമിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പ്രൊട്ടക്റ്റിംഗ് ആവരണം മാത്രമാണ്, ഇതല്ല ശരിക്കുള്ള സോൾഡറിങ്ങിൻ്റെ ആ ഒരു സംഭവം. ഇത് ജസ്റ്റ് ഊരുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. യെസ്, ഇതിപ്പോൾ ജസ്റ്റ് ഓൺ ആക്കിയായിരുന്നു, അപ്പോൾ ചൂടായതാണ്. അത്യാവശ്യം ചൂടുണ്ട് ഇതിന്. ഇതാണ് ഇതിനുള്ളിലുള്ള ഈ വൈറ്റ് കാണുന്ന ഈ എലമെൻ്റ് ഉണ്ടല്ലോ, ഇതാണ് ചുട്ടു പഴുക്കുന്നത്. ഇത് സെറാമിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ആക്ച്വലി. ഓക്കെ, സെറാമിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ക്വിക്കായിട്ട് വിതിൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ വളരെ ക്വിക്കായിട്ട് ചൂടായി വരും. മറ്റേതുപോലെ നമുക്ക് 5 മിനിറ്റും 10 മിനിറ്റും അല്ലെങ്കിൽ അത്ര ഒരു സമയമൊന്നും ഇരുന്നിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല. അതേപോലെ സ്റ്റേബിൾ ടെമ്പറേച്ചറായിട്ടിരിക്കും. അതേപോലെ വളരെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ഡയലിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ആവുന്നത്. എത്ര വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ നമുക്ക് മിനിമം ടു മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ടെമ്പറേച്ചർ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് ചൂടും അതേപോലെ വളരെ സ്റ്റേബിളും സൂപ്പറായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സോൾഡറിങ് അയണാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ആ ഹാൻഡിലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ല സുഖമാണ് ഇത് കൈകാര്യം ചെയ്യാനും കാര്യങ്ങളും അടിപൊളിയാണ്. നല്ല ലൈഫുണ്ട് ഇതിൻ്റെ ആ ഒരു ബിറ്റിനും കാര്യങ്ങൾക്കും. അതായത് സോൾഡറിങ്ങിൻ്റെ ഈ ഒരു ബിറ്റിനും കാര്യങ്ങൾക്കൊക്കെ നല്ല ടിപ്പിന് നല്ല രീതിയിലുള്ള ലൈഫും കാര്യങ്ങളും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അടിപൊളി സംഭവമാണ്. ടോട്ടലി നോക്കുവാണെങ്കിൽ അടിപൊളി ഒരു ഐറ്റം തന്നെയാണിത്. എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതുപോലെയുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഒരു നല്ലൊരു സോൾഡറിങ് സ്റ്റേഷനാണിത്. വളരെ നീറ്റ് ആൻഡ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ, വളരെ സെക്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഫ്രണ്ട്സ്. ഇതിൻ്റെ അകത്തുനിന്ന് സാധാരണ ഒരു സോൾഡറിങ് ആയതിൻ്റെ വയറ് 2 വയറേ ഉള്ളൂ. ഇതിന് 3 വയർ, ഇതിൻ്റെ ഉള്ളിൽ 3 ലീഡുണ്ട് ആക്ച്വലി. അതായത് നമ്മുടെ സോൾഡറിങ് ആൻഡ് വർക്ക് ചെയ്യുന്നതിനുള്ളൊരു ഇത്, പിന്നെ ടെമ്പറേച്ചർ സെൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുള്ള ഒരു സംഭവം കൂടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഇതാണ് അതിൻ്റെ മെയിൻ സ്വിച്ച്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബാണിത്. ഇത് ഓണാക്കാം. നമുക്കിത് ടെമ്പറേച്ചർ ഇങ്ങനെ സെറ്റ് ചെയ്യാം. സെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റണ്ണിങ് ടെമ്പറേച്ചർ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 250 വെച്ചെന്ന് വെച്ചു, 280 വെച്ചെന്ന് വെച്ചു. അത് എത്ര പെട്ടെന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്ത് സെറ്റാവുന്നത് നോക്കൂ. 280 എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കൂട്ടി നോക്കാം. ഇപ്പോൾ 410 വെച്ചു, നോക്ക്. സെറ്റായി. ആ ബ്ലിങ്ക് ചെയ്യും. അത് കഴിയുമ്പോഴത്തേനും അത് കട്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ എനർജി എടുക്കുകയല്ല, ആ
ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് കടന്നുകൊണ്ട് എന്ത് ചെയ്യും, വളരെ സ്റ്റേബിളായിട്ട് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അതേപോലെ ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ് ടു എനിക്ക് തോന്നുന്നു 480 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് ചെയ്യേണ്ടത്. അത്രയൊന്നും നമുക്ക് ഒരിക്കലും ഉപയോഗിക്കേണ്ട വരത്തില്ല. നമുക്കൊരു 380 സംതിങ് ഒക്കെ എപ്പോഴും ആവശ്യമുള്ള ഒരു 270 to 380 സംതിങ് ഒക്കെ നമുക്ക് ആവശ്യം വരാറുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് നമുക്ക് ടെമ്പറേച്ചർ കണ്ടോ, ഇതേപോലെ സെറ്റ് 1 കൊടുക്കാം, സെറ്റ് 2 ടെമ്പറേച്ചർ കൊടുക്കാം, സെറ്റ് 3 ടെമ്പറേച്ചർ കൊടുക്കാം, സെറ്റ് 4 ടെമ്പറേച്ചർ. നമുക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. എല്ലാവരും ഒരു ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണെന്നാണ് ഞാനിത് പറയുന്നത്.